നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. നടിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിൽ നിന്നടക്കം വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ മന്ത്രി മലക്കം പറയുന്നു. ആരോപണം തെളിഞ്ഞാൽ നടപടിയെന്ന് സജി ചെറിയാൻ. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ശക്തമായതോടെ മലക്കം മറഞ്ഞ മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിനെതിരായ ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് കാട്ടി സജി ചെറിയാൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. തെറ്റ് ആരു ചെയ്താലും സർക്കാർ അവരെ സംരക്ഷിക്കില്ലെന്നും പോസ്റ്റിലൂടെ മന്ത്രി ചൂണ്ടിക്കാട്ടി. രഞ്ജിത്തിനെതിരെ നിലവിൽ അന്വേഷണമില്ലെന്നും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നുമായിരുന്നു രാവിലെ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസിന് ശുപാർശയില്ല. പരാതിപ്പെട്ടാൽ മാത്രം കേസ്. സർക്കാർ നിലപാടിൽ ബൃന്ദ കാരാട്ടും. മലയാളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പിന്തുണ. ഹേമ കമ്മിറ്റി ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയല്ലെന്നും അതിനാൽ പരാതികൾ വരാതെ സർക്കാരിന് കേസെടുക്കുവാൻ സാധിക്കില്ലെന്നുമുള്ള സർക്കാർ നിലപാട് ബൃന്ദ കാരാട്ട് ആവർത്തിച്ചു. വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. KSFEയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസ് 2 പേർ കൂടി പിടിയിൽ. വളാഞ്ചേരിയിലെ KSFEയിലെ മുക്കുപണ്ട പണയം തട്ടിപ്പ് കേസിൽ 2 പേർ കൂടി പിടിയിൽ. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷെരീഫ്, തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. കരാർ ജീവനക്കാരനായ അപ്രൈസർ രാജനാണ് നേരത്തെ പിടിയിലായത്. സർക്കാരിനോട് റിപ്പോർട്ട് തേടും. എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളുകളായാലും നടപടി വേണം. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. സംവിധായകൻ രഞ്ജിത്തിനെതിരായുള്ള ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതികരണവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. കുറ്റം ചെയ്തെന്ന ആരോപണം തെളിയുന്ന പക്ഷം എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളുകളായാലും നടപടി എടുക്കണമെന്നതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായമെന്നും സതീദേവി പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം.
നൽകിയാൽ ഉപജീവനം പ്രതിസന്ധിയിലാകുമോ എന്ന പേടി പലർക്കുമുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ. സിനിമയിലെ ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ. പരാതി നൽകിയാൽ ഉപജീവനം പ്രതിസന്ധിയിലാകുമോ എന്ന പേടി പലർക്കുമുണ്ടെന്നും അൻസിബ പറഞ്ഞു. ശ്രീലേഖ മിത്രയ്ക്കുണ്ടായ മോശം അനുഭവം ഏറെ വേദനിപ്പിച്ചു. സിനിമാ മേഖലയിൽ പവർ ടീം ഉള്ളതായി തനിക്ക് അറിയില്ലെന്നും അൻസിബ പറഞ്ഞു. അന്ന് കരുതിയത് രഞ്ജിത്ത് വേട്ടക്കാർക്കൊപ്പമാണല്ലോ എന്നാണ്. ഇന്നലെ മനസ്സിലായി വേട്ടക്കാരൻ കൂടിയാണെന്ന് ഷഹനാസ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ എഴുത്തുകാരിയും പ്രസാധകയുമായ ഷഹനാസ്. താൻ പരാതി ഉന്നയിച്ച സാഹിത്യകാരൻ VR സുധീഷിനെ രഞ്ജിത്ത് പിന്തുണച്ചിരുന്നുവെന്ന് ഷഹനാസ് പറഞ്ഞു. അന്ന് താൻ വിചാരിച്ചത് രഞ്ജിത്ത് വേട്ടക്കാർക്കൊപ്പമാണല്ലോ എന്നാണ്. ഇന്നലെ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ കേട്ടതോടെ രഞ്ജിത്ത് വേട്ടക്കാർക്കൊപ്പം മാത്രമല്ല ഒരു വേട്ടക്കാരൻ കൂടിയാണെന്ന് മനസ്സിലായെന്നും ഷഹനാസ് പ്രതികരിച്ചു. സർക്കാർ വേട്ടക്കാരനൊപ്പം രഞ്ജിത്തും സജി ചെറിയാനും സ്ഥാനമൊഴിയണമെന്ന് VD സതീശൻ. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കുവാൻ യോഗ്യനല്ലെന്നും സതീശൻ വിമർശിച്ചു. സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാൻ കൂട്ടുനിന്നു. സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങൾ അന്വേഷിച്ച് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്ന നാടകം കേരളത്തിൽ വേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം രമേശ് ചെന്നിത്തല. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നടത്തിയ ലൈംഗികാരോപണത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രഞ്ജിത്ത് നിരപരാധിത്വം തെളിയിക്കുവാൻ ബാധ്യസ്ഥനാണെന്നും അതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.